ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലാവും നമ്മളൊരു Q&A സെക്ഷൻ ചെയ്യുക. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു Q&A സെക്ഷൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു 3K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒത്തിരി നന്ദി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഞാൻ 1K ആയതിനു ശേഷം 3K ഒക്കെ എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഒരുപാട് പേര് കമന്റ്സിലാണ്, ഞാൻ കമന്റ്സും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. സോ നമ്മളിന്നൊരു Q&A സെക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് 3K ആയ സമയത്ത്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരാളെന്നെ കമന്റ് ഇട്ടാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ഒരു കമന്റ്സ് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമുക്ക് എല്ലാം റിപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ വീഡിയോയിൽ ഇട്ടിരുന്നു കുറച്ച് കമന്റ്സ്. അപ്പോൾ എല്ലാം നോക്കിയിട്ട് നമുക്കിന്ന് അതിനൊക്കെ ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിൽ ഒരു Q&A സെക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞാൽ തീരൂല. അത്രയും നന്ദി കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് പേര് കമന്റ്സ് ഇടാറുണ്ട്. വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് കമന്റ്സ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. പിന്നെ 3K ആയിട്ട് നമ്മൾ ഗിവ് അവേ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിലൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വായിക്കുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്. കല്യാണി പ്രിയ എന്നാട്ടോ ആളുടെ പേര്. ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫുൾ നെയിം. അപ്പം എൻ്റെ ഫുൾ നെയിം ലിൻഷ എന്നാണ് കേട്ടോ. പിന്നെ ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത്, എന്താ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫാമിലിയിൽ എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ വലിയ അനിയൻ, ചെറിയ അനിയൻ, പിന്നെ ഞങ്ങൾ 5 പേര് അടങ്ങുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫാമിലി കേട്ടോ. പിന്നെ അവർക്ക് എന്താ ചെയ്യുന്നത്, അച്ഛന് കാർപ്പൻ്ററാണ്. ഞങ്ങൾക്ക് ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ വർക്ക് ചെയ്യണേ. അമ്മ ആശ വർക്കറാണ്. വലിയ അനിയന് ഒരു ടീച്ചിങ് കാര്യങ്ങളൊക്കെയാണ്, ഫോട്ടോഷോപ്പ് എഡിറ്റിങ് അങ്ങനെ ടീച്ചിങ് പ്രൊഫഷനാണ് അവൻ്റെ. പിന്നെ ചെറിയ അനിയന് ഇന്റീരിയർ ഡിസൈനായിട്ട് വർക്ക് ചെയ്യണേ. ഞാനും ഇന്റീരിയർ ഡിസൈനായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, ചേച്ചി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചത്. ഞാനും ഇന്റീരിയർ ഡിസൈനിങ് ഫീൽഡാണ് കേട്ടോ. സിവിൽ കഴിഞ്ഞ് ഇന്റീരിയർ ഡിസൈനിങ് ഫീൽഡാണ്. പിന്നെ ലവർ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആള്. അപ്പോൾ ലവർ ഇപ്പോൾ ഇല്ല. റിലേഷൻഷിപ്പ് സ്റ്റോറി പറയുമോന്ന്. റിലേഷൻഷിപ്പ് സ്റ്റോറി പറയാം. റിലേഷൻഷിപ്പ് സ്റ്റോറി പറഞ്ഞാൽ എന്താ, ഒരു 3 years ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. നല്ല അടിപൊളി റിലേഷൻഷിപ്പ് ആയിരുന്നു കേട്ടോ. ആളൊക്കെ അടിപൊളിയായിരുന്നു. ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അത് ബ്രേക്കപ്പ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷെ ഞങ്ങൾ നല്ല കമ്പനിയാണ്, നല്ല ഫ്രണ്ട്ഷിപ്പാണ്, നല്ല സപ്പോർട്ടിങ്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അവനാണ്. സോ അത് നല്ലൊരു അടിപൊളി റിലേഷൻഷിപ്പ് ആയിരുന്നു. സൂപ്പറായിരുന്നു. ഓക്കെ, അതാണ് എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റോറി. നല്ലതായിരുന്നു കേട്ടോ. നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു പാർട്ട്ണറായിരുന്നു. ചില കാര്യങ്ങൾ കൊണ്ട്, അത് ഞാൻ ഓപ്പണായി പറയുന്നില്ല, ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമായിട്ട് നമ്മളത് എന്താ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്റ്റോപ്പ് ചെയ്തതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ യൂട്യൂബ് ചാനലിൽ നിന്നും റവന്യൂ കിട്ടുന്നുണ്ടോന്നാണ് ചോദിച്ചത്. യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്കൊന്നും കിട്ടുന്നില്ല. അതിന് വാച്ചിങ് അവറും കാര്യങ്ങളൊക്കെ ആവാണ്ട്. സോ എനിക്കിപ്പോൾ ഒരു ക്യാഷും കാര്യങ്ങളൊന്നും യൂട്യൂബ് ചാനലിന് കിട്ടുന്നില്ല. പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്താ വെച്ചാൽ, എന്താ പറയാ, ഒരാളെ പറ്റിക്കുക, ചീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യം അതില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല. പിന്നെ മറ്റൊരാളെ മുമ്പിൽ താഴ്ത്തി സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ജെന്യുവനായിട്ട് നിൽക്കുക, അങ്ങനെ ആ ഒരു ഇതിലുള്ള ആളാണ് ഞാൻ. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഒരാളെ ഒരു വേഴ്സ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂലേ, അങ്ങനത്തെ കാര്യങ്ങൾ, ചീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ താഴ്ത്തി സംസാരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമുള്ള കാര്യം എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഷ്ടമുള്ള കാര്യം എന്താണ്? എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ഫാമിലിനെയൊക്കെ ഹാപ്പി ആക്കുക, എനിക്ക് മറ്റൊരാൾക്ക് സർപ്രൈസ് കൊടുക്കുക, അവരെ ഹാപ്പിനെസ് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോസ് കണ്ടാറുണ്ടാവും. എനിക്ക് സർപ്രൈസ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ സർപ്രൈസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ള കാര്യമാണ്, അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. പിന്നെന്താ, മ്യൂസിക് കേൾക്കുന്നത്, അത് ഇത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇഷ്ടമാണ്. അത് എനിക്ക് മറ്റൊരാളെ ഹാപ്പി ആക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സർപ്രൈസ് കൊടുക്കുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എത്ര ഏജ് ആയത്? എനിക്കിപ്പോൾ 26 ഏജ്. നെക്സ്റ്റ് ദിവസം യൂട്യൂബ് ചാനൽ കൊണ്ട് ചേച്ചിക്ക് ഉണ്ടായിട്ടുള്ള നല്ല കാര്യം, അതിൻ്റെ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചില്ല.
അപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായ നല്ല കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ള പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അല്ലേ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണാൻ പറ്റി. പിന്നെ എന്താ വീഡിയോസിനെ കുറിച്ച് അഭിപ്രായങ്ങൾ അവർ പറയുന്നു, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. പിന്നെ നിങ്ങൾ കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷത്തെ കാര്യമാണ്. അങ്ങനെ യൂട്യൂബ് ചാനൽ പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബ് ചാനലിന് എനിക്ക്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. സോ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഞാൻ. എന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ്, എന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഒരു 7 മണി മുതൽ 8 മണിനുള്ളിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ വീഡിയോ എഡിറ്റിങ് അങ്ങനെ എൻഗേജ്ഡ് ആവാൻ തുടങ്ങി. ഭയങ്കര നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. വേറെ റവന്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതിൽ. കാരണം നമ്മുടെ ചാനൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഇത്രേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതില്. പിന്നെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ എനിക്കും അങ്ങനെ ഒന്നുമില്ല. പക്ഷെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഈ 1K ആവാത്തതുകൊണ്ട് ഒരുപാട് കളിയാക്കലുകൾ ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. മീൻസ് എൻ്റെ അച്ഛൻ അമ്മ അടങ്ങുന്നവരല്ലാതെ എൻ്റെ കുടുംബക്കാരുണ്ടാവുമല്ലോ കുറച്ച്, അപ്പൊ അവരുടെ നിന്നൊക്കെ ഞാൻ കുറെ കളിയാക്കലും കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് പിന്നെ എല്ലാവർക്കും ഉണ്ടാവും. അത് പിന്നെ അങ്ങനെയാണ്, എല്ലാ ഫാമിലിയിലും ഉണ്ടാവും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ. സോ അങ്ങനത്തെ കുറച്ച് ഇതുണ്ട് 1K കാണുന്നതിന് മുന്നേക്കെ. പിന്നെ 1K ആയതിനു ശേഷമൊക്കെ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോൾ ഇതിന്റെ റവന്യൂ കിട്ടി തുടങ്ങുമ്പോഴായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ ഇങ്ങനെ ഗ്രോത്തിനനുസരിച്ചല്ല ഓരോ കാര്യങ്ങൾ ഉണ്ടാവുക. ബാഡായിട്ടുള്ള കാര്യം എനിക്ക് അത്രേ ഉള്ളൂ. മീൻസ് ഇങ്ങനെ കളിയാക്കലുകൾ കുറ്റപ്പെടുത്തലുകളൊക്കെ, അതൊക്കെ നമ്മൾ നെവർ മൈൻഡിൽ ഇടുക, അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം. യൂട്യൂബിൽ നിന്നല്ല, മീൻസ് ആ വീഡിയോ ഇടുന്ന മുതൽ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും 10 ക്വസ്റ്റ്യൻ ഇട്ടുണ്ട് ആള്, കല്യാണിപ്രിയ എന്ന കുട്ടി 10 ക്വസ്റ്റ്യൻ ആയിട്ടില്ല. സോ ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വായിക്കാം. ഇനി ആമിമോൾ പറഞ്ഞിട്ടുള്ള കുട്ടിയായിട്ട് കമന്റ് ഇട്ടുള്ളത്, ലവർ ഉണ്ടോന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞ ലവർ ഇല്ല എന്നുള്ളത്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്, എന്നെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ എനിക്കിഷ്ടം എൻ്റെ അച്ഛനും അമ്മേനൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും രണ്ടാളും എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ അച്ഛനും അമ്മേനൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അതുപോലെ ഇഷ്ടമുള്ള ഒരാളുടെ എൻ്റെ വലിയമ്മ, എൻ്റെ ഇന്നമ്മ, ഞാൻ ഇന്നമ്മ എന്നിട്ട് വിളിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാലും എന്താ ഞാൻ പറയാ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ എൻ്റെ വല്യമ്മ എൻ്റെ ഒപ്പം ഇല്ല. വല്യമ്മ പോയതിനു ശേഷം ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ സങ്കടപ്പെട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. ആ വ്യക്തിന്റെ ലൈഫിൽ നിന്ന് പോകുന്ന ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല. പക്ഷെ അതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ട്രോമയിൽ എത്തിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ടുണ്ട്. വല്യമ്മനെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഇന്നമ്മേനായിരുന്നു. ഞാൻ ഇന്നമ്മ എന്നിട്ട് വിളിക്കാം. ഇന്നമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ കരഞ്ഞു പോട്ടെ, ആ വേറെ കാര്യമാണ്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വല്യമ്മേനെയാണ്. പിന്നെ അനിയന്മാരെ ഇഷ്ടമാണ്, അച്ഛൻ അമ്മ ഒക്കെ ഇഷ്ടമാണ്. സപ്പോർട്ട് ചെയ്യുന്ന, പിന്നെ എല്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്നവരാട്ടോ അവരൊക്കെ. പിന്നെ ചേച്ചി സ്കിൻ കെയർ ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്. എനിക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് മോയ്സ്ചറൈസർ ഇഷ്ടമാണ്. അത് ഞാൻ ഇപ്പോൾ ഡോട്ടാനിക്കിന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഞാൻ ഇതുവരെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മീൻസ് ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തതിൽ ആ ഒരു ഡോട്ടാനിക്കിന്റെ മോയ്സ്ചറൈസർ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു പിക്ചർ കൊടുക്കാം കേട്ടോ. അത് ഒരു അണ്ടർ ആം ഡാർക്കനിങ്ങിന്റെ ഒക്കെ ഉള്ള ഒരു സ്പ്രേ ടൈപ്പ്. അത് അടിപൊളിയാട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ലിപ് ബാം, ഞാൻ ഡീകൺസ്ട്രക്റ്റിന്റെ ലിപ് ബാം, സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ എനിക്ക് വർക്ക് ആയതൊക്കെ എനിക്ക് വർക്ക് ആവണമെന്നില്ല. ഓരോരുത്തർക്കും പല രീതിയിലാവും. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ വേറെ രീതിയിലല്ലേ. സോ എല്ലാവർക്കും ഒരുപോലെ വർക്കിംഗ് ആവണമെന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചേച്ചിക്ക് യൂട്യൂബ് റവന്യൂ കിട്ടുന്നുണ്ടോന്ന്. എനിക്ക് യൂട്യൂബ് റവന്യൂ കിട്ടുന്നില്ലടാ, ഒന്നും കിട്ടുന്നില്ല. പിന്നെ യൂട്യൂബ് ചാനൽ റവന്യൂ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. യൂട്യൂബ് റവന്യൂ എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, കിട്ടുന്നില്ല, ഞാൻ നിങ്ങളോട് പറയും, കിട്ടുന്നില്ല. പിന്നെ എന്താ ക്യാഷ്, എന്താ ചെയ്യുക ക്യാഷ് എന്നാണ്. ഞാൻ ആ ക്യാഷ്
അത് ഞാൻ ഫസ്റ്റ് മുതലേ വിചാരിച്ചുള്ള കാര്യം കേട്ടോ. യൂട്യൂബിൽ നിന്ന് ഒരു റവന്യൂ എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്, സിട്ടു. അവനാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യും. എൻ്റെ അമ്മയും അവനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. യൂട്യൂബ് റവന്യൂ കിട്ടുകയാണെങ്കിൽ അതിന് പകുതി എത്രയാണോ അത് ഞാൻ അയച്ചു കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഒരു നെഗറ്റീവ് പോലും പറയാണ്ട് എന്നെ എന്നും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വരെ പറഞ്ഞ് മീൻസ് അത്രയും സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് എൻ്റെ ലൈഫിൽ. ഞാൻ പറഞ്ഞാൽ എന്താ ലൈഫിൽ സഹായിച്ചവരൊന്നും ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടോ. ലൈഫിൽ നമുക്ക് ഹെൽപ്പ് ചെയ്തവരെയൊന്നും ഞാൻ ഒരിക്കലും മറക്കൂല. അതിനിപ്പോൾ എത്ര ഉയർച്ചയിലുണ്ടെങ്കിൽ പോലും ഞാനത് അവരുടെ പേര് പറയണമെന്ന് എനിക്കൊരു മടിയുള്ള കാര്യമില്ല. സോ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പകുതി എമൗണ്ട് സിട്ടുവിന് അയച്ചു കൊടുക്കും. ബാക്കി എമൗണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും. മീൻസ് രണ്ട് ആൾക്കാർക്കും ഞാൻ അങ്ങനെ കൊടുക്കാനാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചിട്ടുള്ള കാര്യമായിട്ട്. അത് നമ്മുടെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് പൈസ കൊടുക്കുക അങ്ങനെയല്ല, പിന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ സോ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ എൻ്റെ ബിഗ് ഡ്രീം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ബിഗ് ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മയെ കുറിച്ച് പറഞ്ഞത്. എൻ്റെ ഇന്നമ്മയുടെ പേരിൽ എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം മീൻസ് എനിക്ക് ഒരു പ്ലാനിങ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. പക്ഷെ എൻ്റെ വല്യമ്മയുടെ പേരിൽ എനിക്ക് എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു സംഭവം വേണം. അതാണ് എൻ്റെ വലിയൊരു ഡ്രീം. അതിന് ഞാൻ എത്ര കഷ്ടപ്പെടണമെങ്കിൽ ഞാൻ കഷ്ടപ്പെടും. സോ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ വലിയ ഡ്രീമാണത്. അതിൻ്റെ വീട്ടിലുള്ളവർക്ക് അറിയാം എൻ്റെ ഭയങ്കര വലിയൊരു ഡ്രീമാണത്. എൻ്റെ വല്യമ്മയുടെ പേരിൽ എനിക്ക് എന്തെങ്കിലും വേണം. അതാണ് എൻ്റെ വലിയ ഡ്രീം. എൻ്റെ ബിഗ് ഡ്രീം കാണുന്നത് അതാണ്. എൻ്റെ അച്ഛനും അമ്മയും പ്രൗഡ് മൊമെന്റിൽ എത്തിക്കുന്ന കാര്യങ്ങൾ ഞാൻ ലൈഫിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ചെറിയ രീതിയിലുള്ള സർപ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അച്ഛനമ്മയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ബിഗ് പ്രൗഡ് മൊമെന്റ് ഒന്നും എനിക്ക് ഞാൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ലൈഫിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു വലിയൊരു ഡ്രീം മീൻസ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വലിയ ഡ്രീം അത് എൻ്റെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറബിളുള്ള സംഭവം ചെയ്യണമെന്നാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളത് കേട്ടോ. എൻ്റെ മൈൻഡിലുള്ളത് അതാണ് ഇപ്പോഴും. അത് ഞാൻ ചെയ്യും. എങ്ങനെയായാലും കുറച്ച് സമയം എടുക്കും, നമുക്ക് എല്ലാ കാര്യത്തിനും കുറച്ച് സമയം എടുക്കും. പക്ഷെ ഞാനത് ചെയ്യും. അതാണ് എൻ്റെ ഒരു വലിയ ഡ്രീം. ഓക്കെ, ഇനി എന്താ വേറെ ക്വസ്റ്റ്യൻ. അത് ശ്രീനാഥ് കേസ് ഫ്രീക്ക് അടിച്ച് നിൽക്കുന്ന ടൈമിൽ ബാക്കിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ ഓർമ്മകളാണ് മനസ്സിലൂടെ കടന്നു പോകുന്നതാണ് ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യന്. അപ്പോൾ 3K ആവുമ്പോൾ എനിക്ക് മുന്നേ ഞാൻ വീഡിയോ ചെയ്യുന്നതും എൻ്റെ കഷ്ടപ്പാടുകളും വണിക്ക് അടിക്കാൻ വേണ്ടി ഞാനുള്ള കഷ്ടപ്പാടും ഒക്കെയാണ് എനിക്കെൻ്റെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. പക്ഷെ ഇനിയും സബ്സ്ക്രൈബേഴ്സ് കയറും, നല്ല ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മാക്സിമം ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ പറയുന്ന കണ്ടന്റ്സ് ഞാൻ ഇടാൻ നോക്കാറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന ഇത് ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്തിരുന്നത്. അത് ചെയ്തതിനു ശേഷം എനിക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഞാൻ നല്ല ഫ്രണ്ട്സ് വിചാരിച്ച് എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു കേട്ടോ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ. സോ അതൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കടന്നു പോകും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, കുറ്റപ്പെടുത്തിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ 3K ആയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഞാൻ അമ്മയുടെ അടുത്ത് അമ്മ 3K സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ അമ്മേനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എൻ്റെ അമ്മ. അപ്പോൾ ഈ 3K അടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഞാൻ വന്നുകൊണ്ടിരുന്ന ഓരോ ഘട്ടങ്ങൾ ഉണ്ടാവല്ലോ, മീൻസ് ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ടാവില്ല, അതൊക്കെയാണ് എനിക്ക് 3K ആയപ്പോൾ മൈൻഡിലൂടെ പോയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് സാറ ജോസ് പറഞ്ഞിട്ടുള്ള കമന്റ് ഇട്ടു കേട്ടോ. ആരാണ് സപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ എങ്ങനെ വന്നാലും നമുക്ക് തന്നെ തോന്നണം വീഡിയോ ഇടണം, അല്ലെങ്കിൽ നമുക്ക് കണ്ടന്റ് ചെയ്യണം, അങ്ങനെ നമുക്ക് തന്നെ തോന്നണം ഫസ്റ്റ്. അത് ആര് എപ്പോൾ സപ്പോർട്ട് ചെയ്താലും നമുക്ക് തന്നെ ഫസ്റ്റ് തോന്നണം. പിന്നെ ഞാൻ അല്ലാണ്ട് ഒരാളുടെ സപ്പോർട്ട് ചെയ്യുന്നത് സിറ്റു. അവനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എന്താ പറയുക, എൻ്റെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മിസ്റ്റേക്സ് പറഞ്ഞു തരും. വീഡിയോ ഇട്ടാൽ എന്നും എനിക്ക് മോട്ടിവേഷനാണ് അവന്. ഡൗൺഫോൾ എന്ന് പറയില്ലേ, നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ അവനുണ്ട് എൻ്റെ ഒപ്പം. പിന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. വേറൊരു നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ രീതിയിലും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. എന്ന് മോട്ടിവേഷൻ തന്ന്
എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സിട്ടൂട്ടനെ സപ്പോർട്ട് ചെയ്ത്. പിന്നെ എൻ്റെ അമ്മ എപ്പോഴും വീഡിയോ ഇടാൻ വേണ്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടത് സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ആയിട്ട് എൻ്റെ അമ്മ പോസ്റ്റ് ചെയ്യും കേട്ടോ. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അമ്മ അതൊക്കെ ചെയ്യും. അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനെ അങ്ങനെ യൂട്യൂബിനെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. അച്ഛൻ അങ്ങനെ സ്വിച്ച് ഫോണൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ യൂട്യൂബ് അങ്ങനെ സംഭവം അച്ഛൻ ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് അച്ഛന് ഒരു ഫോണൊക്കെ കൊടുത്തു. പിന്നെ അതിനുശേഷം യൂട്യൂബ് കാണാൻ തുടങ്ങിയതും എൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയതും അങ്ങനെയൊക്കെയാണ്. പിന്നെ അച്ഛന് യൂട്യൂബ് ചാനൽ എന്താണ് അതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഇട്ട്. രണ്ടനിയന്മാരെ നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഒന്നും എനിക്ക് ട്രൈപ്പോഡ് പോലും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ചെടിച്ചട്ടിയിലുള്ളൊരു പൈപ്പൊക്കെ ഇറക്കി വെച്ചിട്ട് അങ്ങനെ ട്രൈപ്പോഡൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അത് കണ്ടിട്ട് എൻ്റെ വലിയ അനിയന് എനിക്കൊരു വുഡിൻ്റെ ഒരു ട്രൈപ്പോഡൊക്കെ ഉണ്ടായി തന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നിയ സമയമായിട്ടാണ്. കാരണം ഞാൻ കഷ്ടപ്പെടുന്ന അവന് മനസ്സിലായല്ലോ. പിന്നെ ചെറിയ അനിയനെ എനിക്ക് വീഡിയോ എടുക്കണമെന്നൊന്നും അവനെ അറിയില്ലായിരുന്നു. അപ്പൊ അവനാണെങ്കിലും അവനോട് മറ്റേ കൈൻ മാസ്റ്റർ ഇല്ലേ, അതൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു. നല്ല സപ്പോർട്ടീവാണ്. ഓരോ കണ്ടന്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നല്ല സപ്പോർട്ടീവാണ്. അമ്മ ആയിക്കോട്ടെ നല്ല സപ്പോർട്ടീവാണ്. അച്ഛനായിക്കോട്ടെ, ഇപ്പൊ അച്ഛനൊക്കെ വീഡിയോസൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ നല്ല സപ്പോർട്ടീവാണ്. ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ്, ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ് അങ്ങനെ പറയാന്ന് വെച്ചാൽ എൻ്റെ വലിയ മരിച്ചതാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു കാര്യം. അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ള കാര്യം തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എൻ്റെ വല്യമ്മ ഇല്ലാത്തൊരു ഇതിൽ ഞാൻ ജീവിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത് അറിയണവർക്ക് അറിയാം അതിൻ്റെ സിറ്റുവേഷൻ ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത്. അതെനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാനേ പറ്റൂല ആ ഒരു കാര്യം. മാരേജ് എപ്പോഴാ എന്താ അഭിപ്രായം? മാരേജ് എപ്പോഴാ അറിയില്ല, എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും മാരേജ്. പിന്നെ എന്താ അഭിപ്രായം ചോദിച്ചാൽ, മാരേജ് ലൈഫിൽ കിടക്കുമ്പോൾ നല്ല പാർട്ട്ണറൊക്കെ ആയ അടിപൊളിയായിരിക്കും. നമ്മുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. സംബന്ധിച്ചോളം പറയട്ടെ, ഞാനിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ, മാരേജ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിൽ മീൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത് ഞാൻ തുറന്ന് സംസാരിക്കുക എന്നുള്ള കാര്യമാണ്. മീൻസ് നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലിക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്. ചില ആളുകൾ ഇപ്പോൾ ബോയ്സ് ആയിക്കോട്ടെ ചിലപ്പോൾ അവരുടെ ഫാമിലിക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലേഡീസിന്റെ ആ ഒരു ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. മിക്ക ഇതിലും കാണുന്ന ഒരു പ്രശ്നമാണത്. സോ ഇപ്പൊ എന്റെ കാര്യമാണെങ്കിൽ ഞാൻ എന്റെ ഫാമിലിയിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. എൻ്റെ അനിയന്മാർക്കൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കണം എൻ്റെ പാർട്ട്ണർ എന്നുള്ളതാണ്. ക്വാളിറ്റിയാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്ന ഒരാൾ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണറിന്റെ ഫാമിലിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല മെച്യൂരിറ്റിയിൽ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു എന്തായിക്കോട്ടെ, മാരേജ് ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എന്ത് ആണെങ്കിൽ പോലും ഫസ്റ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ ഓപ്പണായി തുറന്ന് പറയാം. ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെയാണ്, എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ ഒരു പാർട്ട്ണറിന്റെ ക്വാളിറ്റി ഞാൻ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ എല്ലാ A to Z എല്ലാ കാര്യങ്ങളും എൻ്റെ പാസ്റ്റ് അടക്കം ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരിക്കും ഞാനൊരു മാരേജ് എന്നുള്ളൊരു പ്രൊസീജിയർക്ക് കിടക്കാം. ആ ഒരു വ്യക്തിയോട് ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ആ ഒരു മാരേജ് ലൈഫിൽ ഞാൻ പോവുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന്, അതായത് നമ്മൾ കുറേ റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പിൽ ആയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കില്ല ഞാൻ പറയാം ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, ഇങ്ങനത്തെ ബിസിനസ് ഞാൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്നായിരിക്കില്ല പറയാം. ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആ ആൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ആ റിലേഷൻഷിപ്പിലേക്ക് കിടക്കുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ ക്യാരക്ടർ വെച്ച് നിൽക്കൂട്ടോ, നമുക്ക് എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നല്ല രീതിയിൽ സംസാരിച്ചുള്ള ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്ന് മാറുന്ന ആൾക്കാരുണ്ടാവും. അത് ഭാഗ്യമായിരിക്കും ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രക്ഷപ്പെടുക എന്നുള്ളത്. ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു മാരേജ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫസ്റ്റിലെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എന്താണ് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞതിന് ശേഷം മാത്രം ഒരു റിലേഷൻഷിപ്പിലേക്ക് കിടക്കുക. മാരേജ് എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക, രണ്ടുപേര് തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് ജീവിച്ചു പോകാനുള്ളതാണ്. സോ രണ്ടുപേരും അറിയണം എങ്ങനെയാണെന്ന്, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ വേണം. എല്ലാം തുറന്നു പറഞ്ഞിട്ട് മാത്രം ആ ഒരു പ്രൊസീജിയർക്ക് കിടക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് അവരുടെ ക്യാരക്ടറിനെ വെച്ച് നിൽക്കും. നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാം. എപ്പോഴും അങ്ങനെ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാം. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം. മറ്റൊരാളെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. കാരണം നമ്മൾ എന്താണെന്നുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മളെ ഇഷ്ടങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ ആ മാരേജ് വേണ്ട വെക്കാം. പിന്നെ
ചിലർ ഇതൊക്കെ ഓക്കെ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് ആ ലൈഫ് കിട്ടണമെന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ പറയേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ ലൈഫാണ്. സോ നമ്മൾ പറയാം. എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടായിരിക്കും എന്ത് കാര്യമാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ലാണ്ട് പറയാണ്ട് പെട്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയൂല. പറഞ്ഞിട്ട് ആൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. സോ അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഒരാൾക്കും നമ്മളൊരു ഹോപ്പ് കൊടുക്കുന്നില്ല, മീൻസ് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മറച്ചു വെക്കുന്നില്ല, ചീറ്റ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ആ ലൈഫിലേക്ക് കിടക്കുക. സോ അവിടെ ഒരു ചീറ്റിങ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ മാരേജ് ലൈഫ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്, ജെന്യുവൻ ആവണം. അല്ലാണ്ട് ഇങ്ങനെ വാക്കുകൾ മാറ്റി പറയുന്ന ഒരാളോ അല്ലെങ്കിൽ എന്താ പറയുക, എന്ത് സംസാരിക്കുകയാണെങ്കിലും അതിനനുസരിച്ച് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം ആൾക്ക്. പ്രയോറിറ്റി ഉണ്ടാവണം, നമ്മൾക്കൊരു പ്രയോറിറ്റി തരണം. പിന്നെ രണ്ട് ഫാമിലിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പൊ കല്യാണം കഴിയുകയാണെങ്കിൽ ആൺകുട്ടികളുടെ ഫാമിലിക്കായിരിക്കും ബോയ്സ് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ കല്യാണം കഴിയുമ്പോൾ നമ്മള് പെൺകുട്ടികൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്. സോ അവരുടെ ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കണം, മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ട്രസ്റ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ മീൻസ് സംസാരിച്ച് എല്ലാം സോൾവ് ചെയ്ത് നമ്മുടെ എന്താ പറയാ നല്ലൊരു ആളായിരിക്കണം. പിന്നെ നമുക്ക് എല്ലാവരും ഇങ്ങനെ ചരിഞ്ഞ ഓരോരുത്തരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. പിന്നെ ഒരു ലക്കാണ് അതൊക്കെ. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആള് അത്രയും നല്ലതാണെങ്കിൽ മാരേജ് ലൈഫൊക്കെ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മടുക്കും, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ ഒരു പ്രയോറിറ്റി കിട്ടണം നമ്മുടെ ലൈഫിൽ. മാരേജ് ലൈഫ് ആകുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഇമ്പോർട്ടൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മാരേജിന് എന്താണ് അതിന്റെ സീരിയസ്നെസ്സിൽ എടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് മാരേജിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ മോട്ടിവേഷൻ വീഡിയോ ചെയ്യാം. ചില വീഡിയോ പോസിറ്റീവ് വൈബുണ്ട്. ആണോ? ഓക്കെ താങ്ക് യു. പിന്നെ ഗിവ് അവേ ചെയ്യുമോ? എന്താ ഞങ്ങൾക്ക് ഗിഫ്റ്റായി തരുന്നത്? ഗിവ് അവേ ചെയ്യാട്ടാ. കുറച്ച് ദിവസമായി ഞാൻ പറഞ്ഞിട്ട് ഗിവ് അവേ ഞാൻ എന്തായാലും ചെയ്യാം. തരാൻ പോകുന്നതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തരട്ടാണ്. എന്താണ് ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരാൻ പോകുന്നതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ലൈഫിലെ വലിയ ഡ്രീം എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. ഡ്രീം എന്താണുള്ളത്. ഇനി നിതിൻ രാജ് KR പറഞ്ഞിട്ടുള്ള ഒരാളെ കമന്റ് ഇട്ട് അത് ലവർ ഉണ്ടോ? സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞില്ല ലവർ ഇല്ലാന്ന്. പിന്നെ പാർട്ട്ണർ ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ല, ജെന്യുവൻ ആയിരിക്കണം, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, പ്രയോറിറ്റി മാറ്റേഴ്സ്, നമുക്കൊരു പ്രയോറിറ്റി തരുന്ന ആളായിരിക്കണം. അല്ലാണ്ട് മറ്റുള്ളവർ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി സംസാരിക്കുന്ന ഒരാളാവരുത്. നമുക്കൊരു പ്രയോറിറ്റി തരുന്ന ആളായിരിക്കണം നമ്മുടെ പാർട്ട്ണർ. ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് പക്കയായിരിക്കണം. അല്ലാണ്ട് പിന്നീട് അതിനെ കുറിച്ചിട്ട് ഒരു ഇതാവരുത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഉള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആയിരിക്കണം. രണ്ട് കൂട്ടരും ജോലിക്ക് പോകണം, അധ്വാനിക്കണം. അല്ല ഒരാൾ അധ്വാനിക്കുക അങ്ങനെയല്ല, രണ്ട് കൂട്ടരും അധ്വാനിക്കണം, രണ്ട് കൂട്ടരും ഒരുപോലെ പണിയെടുക്കണം, രണ്ട് ആൾക്കാരും ഒരുപോലെ എൻജോയ് ചെയ്ത് ജീവിക്കുക. പിന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ തന്നെ കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തിട്ട് മാത്രം നെക്സ്റ്റ് ഡേക്ക് കിടക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു സംസാരത്തേക്ക് തന്നെ കിടക്കുക. സോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ഒരു ഡേ തന്നെ തീർക്കണം. റിലേഷൻഷിപ്പിൽ എപ്പോഴും വരുന്ന ഒരു മിസ്റ്റേക്കാണ് ആ കാര്യം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മസ്റ്റായിട്ടുള്ള കാര്യം. സോ കമ്മ്യൂണിക്കേഷൻ വേണം. പാർട്ട്നേഴ്സ് തമ്മിൽ എന്ത് കാര്യങ്ങളും തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടണം. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടെങ്കിലല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യവും സംസാരിക്കുള്ളൂ. സോ അങ്ങനത്തെ ഒരു സ്പേസ് ഒക്കെ തരുന്ന ഒരാളാണെങ്കിൽ നല്ല കാര്യം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. അതൊക്കെയാണ് പാർട്ട്ണറിന്റെ ക്വാളിറ്റിയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് ഫ്രണ്ട്സ് ക്വാളിറ്റി, ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സിന്റെ ക്വാളിറ്റി ആണെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുള്ള ആളാട്ടോ. ഞാൻ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് തന്നെ. പക്ഷെ എന്റെ നല്ല അതായത് ഞാൻ നന്നാവുന്ന ഇഷ്ടപ്പെടാത്ത കുറെ ഫ്രണ്ട്സാളുണ്ട് എനിക്ക്. അതൊക്കെ പിന്നെ ആയിട്ടാണ് മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ വെച്ചാൽ ഞാൻ വേഗം ട്രസ്റ്റ് ചെയ്യും ഒരാളെ. എന്റെ ഒരു നെഗറ്റീവ് സൈഡാണ്, ഞാൻ വേഗം ട്രസ്റ്റ് ചെയ്യും. മീൻസ് അവർക്ക് ഭയങ്കര വാല്യൂ കൊടുക്കും, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കൊടുക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് ഇപ്പോഴത്തെ ഒരു ഫ്രണ്ട് സർക്കിൾ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഇപ്പം എനിക്കുള്ളത്. മീൻസ് ഇങ്ങനത്തെ എന്താ പറയാ ഈ പുറകെ നിന്നിട്ട് കുത്തുന്ന ആൾക്കാരുണ്ടാവില്ല, അങ്ങനത്തെ ഞാൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞാല് സിട്ടുവാണ്. അവന്റെ എല്ലാ കാര്യം അവനോടാണ് ഷെയർ ചെയ്യാറ്. മീൻസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലെ തന്നെ എനിക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ട്. ഷിജിന, ഷിലുമോള്, സുകന്യ, ആക്കിബ്, അങ്ങനെ കുറെ ഞാൻ പേര് പറയാൻ വിട്ടു എനിക്കറിയില്ല. ആക്കിബ്, നീവു, ആലു, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്താ ഇഷ്ടംപോലെ ഹോസ്റ്റലിൽ കിട്ടിയ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. ഈ ഷിലു, നീവു, ആലു, ബിന്നു, അങ്ങനത്തെ കുറച്ച് പേരൊക്കെ എനിക്ക് ഹോസ്റ്റലിൽ കിട്ടിയത്. പിന്നെ എനിക്കൊരു ചേച്ചി ഉണ്ട് അവിടെ തന്നെ, എൻ്റെ ശ്യാമള ചേച്ചി, ശ്യാമു എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ചേച്ചി എന്താ പറയുക, എൻ്റെ കംഫർട്ട് സോണാണ് അവരൊക്കെ. ഇപ്പോഴും എനിക്കിപ്പോൾ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും, എന്ത് പച്ചക്ക് പറയാൻ പറ്റിയ ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അങ്ങനെ ഫ്രണ്ട്സാണ് എനിക്ക് ചേച്ചിനെ കേട്ടോ. അതുപോലെ തന്നെ ശീലു, ഞാൻ അവളെ അതായത് എൻ്റെ ഒരു ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണോ, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ മനസ്സിലാക്കി എന്നെ വന്ന് ഹാപ്പി ആക്കുന്ന ആൾക്കാരാണ് രണ്ടാളും. എനിക്കൊരു മോശപ്പെട്ട ഒരു സമയം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. സോ ആ ടൈമിലൊക്കെ എൻ്റെ ഒപ്പം നിന്ന് ഇവർ മൂന്നാളുടെ സിട്ടു, ഷിജിന, ഷിലോക്കെയാണ് അവൻ്റെ ഒപ്പം നിന്നിരുന്നത്. അപ്പൊ ഞാൻ ലൈഫിൽ ഒരിക്കലും അവരെ മറക്കൂല. ഇത് സുകന്യ അവളുടെ നാട്ടിലുള്ള ഫ്രണ്ട് തന്നെയാണ്. അവർക്ക് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം. നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. പിന്നെ ഹോസ്റ്റലുള്ള ഫ്രണ്ട്സുകള്, അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സുകളുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ തൃശ്ശൂർ ഫ്രണ്ടുണ്ട് ഗോകുല്. ഞാൻ എൻ്റെ വലിയമ്മയൊക്കെ മരിച്ച സമയത്ത് ഭയങ്കര ഡൗൺ ആയിരുന്ന സമയമായിരുന്നു. എന്നെ ഭയങ്കര ഹാപ്പിയാക്കാൻ നോക്കിയിട്ടുണ്ട് അവന്. അതായത് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അതുപോലെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഗോകുല്. എനിക്ക് സാഡായിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ അത് പറയാം, എനിക്ക് ബീച്ചിൽ പോവാം. എനിക്ക് ബീച്ചിൽ പോവാന്ന് പറഞ്ഞാൽ തന്നെ വലിയമ്മേനെ മൈൻഡിൽ വരുന്നുള്ളൊരു മൈൻഡാണ്. അവനും അറിയാം ആ കാര്യം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എൻ്റെ അപ്പോൾ എന്നെ ഹാപ്പി ആക്കാൻ നോക്കിയിരുന്ന ആൾക്കാരാട്ടോ അവരൊക്കെ. പിന്നെ കുറെ പേരുണ്ട്. പിന്നെ ഞാൻ അവിടെ തൃശ്ശൂർ വർക്ക് ചെയ്ത സമയത്ത് അവിടെ അരിഞ്ചേട്ടന്, അനസ്, ജോസേട്ടൻ, അതുലെ, സഞ്ചേട്ടന്, അങ്ങനെ കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടുണ്ട്. തൃശ്ശൂരിൽ ഞാൻ കുറച്ച് പേര് പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റലിൽ ന്യൂ, ആലു, കീർത്തി, അങ്ങനെ കുറെ ഫ്രണ്ട്സുകളുണ്ട്. അഖില ചേച്ചി, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അതായത് നമ്മൾ അവരെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചിരി കളി സംസാരമായിരിക്കും ഉണ്ടാവുക. കൂടുതലായിട്ട് ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ്സ് ആയിരിക്കും നമ്മളുണ്ടാവുക. അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. പിന്നെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സുകളുണ്ട്. ആക്കിബ്, ഇഷാക്ക്, ഹാരിസ്, കുരുക്കള്, ആദിൽ, അയ്യോ വാഹിദ്, പിന്നെ കുറെ പേരുണ്ട് കേട്ടോ. അങ്ങനെ ഇനി വിട്ടുപോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറെ പേരുകളുണ്ട്. എന്താ അവരൊക്കെ എന്നെ നല്ല രീതിയിൽ ഹാപ്പി ആക്കുന്ന കേട്ടോ. എന്താ ഇപ്പൊ എനിക്ക് എന്ത് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരാളുണ്ട്, ആക്കിബ്. അവന് ഞാനിപ്പോ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല വിളിച്ചോ, ഞാനിപ്പോ ഒരു മൈൻഡ് ഇങ്ങനെ സാഡായിട്ട് നിൽക്കുകയാണെങ്കിൽ അവന് മനസ്സിലാവും. എന്നോട് ചോദിക്കും, ഇടാ നീ ഓക്കെ അല്ലേടാ. മീൻസ് അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ നമുക്ക് വളരെ കുറവായിരിക്കും. അതുപോലെ സിട്ടു, അവന് എപ്പോഴും മെസ്സേജ് അയക്കും. എന്നും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തിയാണ് അവന്. എന്താ പറയാ, ഭയങ്കര അടിപൊളിയായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സുകളാണ്. സോ ഞാൻ അവരൊന്നും ലൈഫിൽ മറക്കൂല. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവരെ ഒഴിവാക്കൂല. അതൊക്കെ അടിപൊളിയാണ്. എൻ്റെ വീട്ടിലായിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വലിയ തെപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ ബോയ്സ് ആയിട്ട് കുറെ ഫ്രണ്ട്സുകളുണ്ട്, എനിക്ക് ഗേൾസ് ആയിട്ട് കുറെ ഫ്രണ്ട്സുകളുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലെല്ലാവർക്കും എല്ലാവരെയും അറിയാം, നല്ല രീതിയിൽ ഞാൻ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ അവർക്കറിയാം. അപ്പൊ അതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. വീട്ടിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര കാര്യമാണ്. പിന്നെ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കേട്ടോ. യൂട്യൂബില് ഏർണിങ്സ് ഫസ്റ്റ് എന്താ ചെയ്യാന്നാട്ടാ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പൊ യൂട്യൂബ് ഏർണിങ്സ് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അടുത്തത് അല്ലൂസ് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കമന്റിന്റെ, അപ്പോൾ യൂട്യൂബിൽ തന്നെ എമൗണ്ട് കിട്ടുന്നുണ്ടോന്ന്. എമൗണ്ട് ഒന്നും കിട്ടുന്നില്ലടാ. സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും. സോ ഇപ്പൊ എനിക്ക് എമൗണ്ടും കാര്യങ്ങളൊന്നും യൂട്യൂബിൽ കിട്ടുന്നില്ല. പിന്നെ റിലേഷൻഷിപ്പ് ഉണ്ടോ, റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള എന്താണ് അഭിപ്രായം, അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ഞാൻ മുന്നേ ആൻസർ ചെയ്തല്ലോ അതിനൊക്കെ. റിലേഷൻഷിപ്പ് ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ സിംഗിൾ പെർസെന്റാണ്. അപ്പൊ റിലേഷൻഷിപ്പ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു. റിലേഷൻഷിപ്പ് പറയുമ്പോൾ എന്താ, നല്ല അടിപൊളി പാർട്ട്ണർ കിട്ടണം. അടിപൊളി പാർട്ട്ണർ നമുക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ വിചാരിച്ച പോലെ ഓരോരുത്തരെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഓരോരുത്തരെ എടുക്കാനൊന്നും പറ്റൂല. അതൊക്കെ ഒരു ലക്കാണ്. നല്ല പാർട്ട്ണർ കിട്ടാൻ, നല്ല സപ്പോർട്ടീവ് പാർട്ട്ണർ കിട്ടാന്നൊക്കെ. ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ നോക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, പ്രയോറിറ്റി. അത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല സ്നേഹമായിട്ടോ. ഞങ്ങൾ മക്കൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുക. എന്താ പറയാ,
ഭയങ്കര സ്നേഹമാണ് ഫാമിലിയിൽ. അച്ഛനും അമ്മയും ഭയങ്കര ഇതാണ്. ഇപ്പൊ എന്റെ അച്ഛനും എന്റെ അമ്മയ്ക്ക് പ്രയോറിറ്റി കൊടുത്തോണ്ടാണ് ഞങ്ങൾ ഇത്രയും അടിപൊളിയായിട്ട് ജീവിക്കുന്നത്. സോ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ലൈഫിലും. ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും അമ്മ മക്കളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്താ പറയാ, മീൻസ് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വൈഫിന് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും. സോ അത് വൈഫിന് പ്രയോറിറ്റി കൊടുക്കാണ്ട് ഫാമിലിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുമ്പോൾ അത് എന്താ മുന്നോട്ട് ഒരിക്കലും പോകില്ല. ഇപ്പോൾ ഗേൾസ് പൊതുവെ പറയും ഗേൾസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനെയാണ്. പക്ഷെ നമ്മൾ അച്ഛന് കൊടുക്കുന്ന പ്രയോറിറ്റി ഉണ്ട്, നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ പാർട്ട്ണർ കൊടുക്കുന്ന പ്രയോറിറ്റി ഉണ്ട്. ഇപ്പൊ എന്റെ അച്ഛൻ്റെ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ എന്റെ അച്ഛനോട് ഞാൻ ചോദിക്കുകയാണ്, അച്ഛൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരും ഇഷ്ടമാണെന്ന് ചോദിക്കാൻ എന്റെ അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്റെ അമ്മേന്റെ പേരെ പറയാം, ഉമ്മു എന്നാ പറയാം. അപ്പോൾ എനിക്കിട്ട് ഉമ്മുനെ ഇഷ്ടം, ഉമ്മ ആയിട്ടുള്ള ആരെയും പറയാം. അത് കേൾക്കാനാണ് ഞങ്ങൾ മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ട്. കാരണം വെച്ചാൽ അങ്ങനെയാണ് വേണ്ടത്. വൈഫിനായിരിക്കണം മെയിൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കണമെങ്കിലും വൈഫിനായിരിക്കണം നമ്മൾ മെയിൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം ഒരു ലൈഫിലേക്ക് ആ ഒരു പാർട്ട്ണർ കടന്നു വരികയാണ്. കാരണം അതുവരെ ജീവിച്ച ലൈഫല്ല, അതിനുശേഷം ഒരു ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ആ പാർട്ട്ണറായിരിക്കണം നമ്മൾ മെയിൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം, അവർക്കൊക്കെ നമ്മൾ സ്നേഹം കൊടുക്കണം, അതൊക്കെ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കണം. പക്ഷെ എന്താ പറയാ, ഒരു ഫാമിലി ആകുമ്പോൾ അച്ഛൻ അമ്മ മക്കള് വൈഫ് ഭർത്താവ് അങ്ങനെ ഒരു ഫാമിലി, അതിൻ്റെ ഉള്ളിൽ ഒരു ഇത് വേണം. മക്കളും വൈഫും ഭർത്താവും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു ബോണ്ട്, അതിനുള്ളിലുള്ള ഇത് പറയുകയാണെങ്കിൽ വൈഫും ഭർത്താവും തമ്മിലുള്ള കണക്ഷൻ തന്നെയാണ്. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. സോ പ്രയോറിറ്റി മാറ്റേഴ്സ് ഉണ്ട്. പ്രയോറിറ്റി ഞാൻ ഫസ്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ ഫാമിലി ഞാൻ അങ്ങനെയാണ് കണ്ടു വന്നത്. സോ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യും. എൻ്റെ ഒരു പാർട്ട്ണർ വരുമ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ് അങ്ങനത്തെ രീതിയിലൊക്കെ. പിന്നെ ഫാമിലി സപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലിയാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്തും ചെയ്യാം, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് എന്തുകൂടാ, മീൻസ് എനിക്കുള്ള ഫ്രീഡം അത് എൻ്റെ ഫ്രീഡമാണ്. അത് ഞാൻ ചോദിച്ചു വാങ്ങേണ്ട കാര്യമുള്ള ആവശ്യമില്ല. ഫാമിലി ആയിക്കോട്ടെ അങ്ങനെ ഒരു റെസ്ട്രിക്ട് ചെയ്തിട്ട് ഇനി ചെയ്തിട്ട് അങ്ങനെ പറയുന്ന ഫാമിലി ഒന്നുമല്ല കേട്ടോ. എൻ്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് എനിക്ക് നിൽക്കാൻ പറ്റും. അതിന് നല്ലൊരു അച്ഛനെയും അമ്മനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ, അടിപൊളിയായ എൻ്റെ ഇഷ്ടം എന്താണോ അത് എനിക്ക് എൻ്റെ അച്ഛനെ സാധിച്ചു തരും. അത്ര അടിപൊളിയാണ് എൻ്റെ അച്ഛനെ. സൂപ്പറായിട്ടുള്ള ഒരു അച്ഛനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ലൈഫിലെ വലിയ മിസ്റ്റേക്ക് എന്താണ്, ലൈഫിലെ വലിയ മിസ്റ്റേക്ക് അത് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. എന്താ, ഞാനിങ്ങനെ ട്രസ്റ്റ് ചെയ്യും, മീൻസ് എല്ലാവരും ഞാൻ ട്രസ്റ്റ് ചെയ്യും. അതെനിക്ക് ഭയങ്കര മിസ്റ്റേക്കാണ്, ലൈഫിൽ വലിയ മിസ്റ്റേക്കാണ്. നല്ല ഫ്രണ്ട്സാണ് വെച്ചിട്ട് ഞാൻ അവരെ കൂട്ടും. പിന്നെ എന്താ പറയുക, നല്ല ആൾക്കാരാണ് വിചാരിച്ചിട്ട് അവരെ ഞാൻ വിശ്വസിക്കും. സോ ലാസ്റ്റ് അവരെന്നെ ചീറ്റ് ചെയ്ത് പോകും, ആ അവസ്ഥയാണ്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആരും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മൾ ഒരാളെ ചീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു അവസ്ഥ, അവരെ അത്ര ഇമോഷണൽ ആക്കിയിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഒരാളും ചെയ്യാതെ, എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യം അതാണ്. നമ്മൾ കാരണം ഒരാൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുന്ന ഒരവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെയൊന്നും ഒരാളും ചെയ്യരുത്. ജെന്യൂൻ ആയിട്ട് നിൽക്കുക. കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ആയിക്കോട്ടെ, ഇനി റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതെനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാം. മാത്രമല്ല ആരും ചീറ്റ് ചെയ്യാണ്ടിരിക്കുക, പറ്റിക്കുക അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. എന്താ പറയാ, പിന്നെ ഒരാളെ തരം താഴ്ത്തി സംസാരിക്കാണ്ടിരിക്കുക. ആരും വലിയ ആൾക്കാരല്ല, എല്ലാവർക്കും ഓരോരുത്തരായിട്ടുള്ള ഓരോരോ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. സോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ആരെയും ഉപദ്രവിക്കാൻ പോകരുത്, അത്രേ ഉള്ളൂ. ആരെയും ഉപദ്രവിക്കുക, നമുക്ക് ഒരാളെ ഉപദ്രവിച്ച് ഒന്നും കിട്ടാനില്ല. അപ്പൊ ആരെയും ഉപദ്രവിക്കരുത്, ആരുടെ ഫീലിങ്സിലും കയറി കളിക്കരുത്. എല്ലാവർക്കും ഇപ്പൊ ഇന്റെ പ്രശ്നങ്ങൾ മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ അത് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമായിരിക്കും അത്രയും ഇമ്പോർട്ടൻസ്. സോ ഒരാളൊരു കാര്യം പറയുമ്പോൾ ഒരാളെ കേൾക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ ഒരു സംസാരം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലാണ്ട് ജസ്റ്റ് കേട്ടിട്ട് തമാശയായിട്ട് അവരുടെ ലൈഫിന് എന്താ പറയാ, തമാശയായിട്ട് ഒരു ഇതാക്കരുത്. നമ്മളൊരാളെ കേൾക്കുകയാണെങ്കിൽ കേൾക്കുക. നമുക്ക് ഒരു ചെലവും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മറ്റൊരാളെ കേൾക്കുക എന്നുള്ള കാര്യം. നമുക്ക് ഒരു ഉപദ്രവവും ഇല്ല അവിടെ. ഒരാളെ കേൾക്കാൻ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ഓപ്പോസിറ്റ് ആൾക്ക് ഭയങ്കര സങ്കടമുള്ള ആളായിരിക്കും, ചിലപ്പോൾ ഒരാളും കേൾക്കാനില്ലാത്ത ആളായിരിക്കും. സോ ആ ഒരാളെ കേൾക്കാനത് വളരെ വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ നല്ലൊരു ക്വാളിറ്റി മാത്രമാണ്. സോ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ആരും ചീറ്റ് ചെയ്യാണ്ടിരിക്കുക, മീൻസ് ഒരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കാണ്ടിരിക്കുക.
അത്രേ ഉള്ളൂ. ജെന്യൂനായിട്ട് നിൽക്കുക, ഹാപ്പി ആയിട്ട് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ ചേച്ചിയുടെ ഓൾഡ് വീഡിയോയിൽ നിന്നും നല്ല മാറ്റമുണ്ട്. സ്കിൻ കെയർ പറയാമോ? എൻ്റെ ഓൾഡ് വീഡിയോയിൽ എനിക്ക് മാറ്റം എന്താ ചിലപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടൊക്കെ ചെറിയ രീതിയിൽ ഈ സ്കിൻ ടോൺ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഹെയർ ഇപ്പോൾ കുറവാണ്. ആദ്യം എനിക്ക് അത്യാവശ്യം ഹെയർ ഉണ്ടായിരുന്നു. പിന്നെ തടി കൂടുന്നു, തടി കുറയുന്നു, അങ്ങനത്തെ ഒക്കെ ഓരോ ചേഞ്ചുകളാണ്. സ്കിന്നിൽ വരുന്നതാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്. ഇപ്പം മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ സ്കിൻ കെയർ എല്ലാം ചെയ്യാറുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. കെയർ ഞാൻ രാത്രി മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ, പിന്നെ സിറം യൂസ് ചെയ്യാറുണ്ട്. ഡീകൺസ്ട്രക്റ്റിന്റെ ഒരു വിറ്റമിൻ സി സിറം ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇടാതെ ഞാൻ എവിടെയും പോകില്ല. ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ലിപ് ബാം ഇടും. നൈറ്റ് കിടക്കുമ്പോഴേക്കൂടെ ലിപ് ബാം സിറം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കിടക്കുക. നൈറ്റ് എന്നും അത് ഫോളോ ചെയ്യണം. ഇപ്പൊ കുറച്ച് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കണം. ഓരോരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫേസിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിലുള്ള പാട് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ എന്നും സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ, നല്ല ചേഞ്ച് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, ഓയിൽ സ്കിൻ ആണോ ഡ്രൈ സ്കിൻ ആണോ ഒക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്യുക. ഡെയിലി ആ സ്കിൻ കെയർ ചെയ്യുക, നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. നമ്മുടെ സ്കിന്ന് അടിപൊളിയായിരിക്കും. എനിക്ക് നല്ല അത്യാവശ്യം മാറ്റം വന്നിട്ട് തോന്നിയിട്ടുണ്ട്. സ്കിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളും നല്ല സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ലൈഫിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താണ്? ഇതൊക്കെ ഞാൻ മുന്നേ റിപ്ലൈ ചെയ്ത കാര്യങ്ങളാട്ടോ. അപ്പോൾ ഇതാണ് കമന്റ് ടാബിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതായിരുന്നു. നമ്മളൊരുവിധം എല്ലാം വായിച്ചു, എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു. ഇനി നമുക്ക് വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമുക്ക് വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വീഡിയോയിലുള്ള കമന്റ്സ് നമുക്ക് നോക്കട്ടോ. അപ്പോൾ വീഡിയോയിലുള്ള കമന്റ്സിൽ നിവേദയാണ്, അതിന്റെ ന്യൂ ആട്ടോ, അവളാണ് കമന്റ് ഇട്ടിട്ടുള്ളത്. ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയി തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാണെന്നാണ്. എനിക്ക് ഹാപ്പി ആയി തോന്നില്ല ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. കാരണം ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വളരെ സന്തോഷിക്കുന്ന ഒരാളാണ്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഹേർട്ടിങ് ആകും, ഭയങ്കര സങ്കടപ്പെടാൻ വേണ്ടി കിട്ടാം. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. എനിക്ക് യൂട്യൂബ് എന്നുള്ളൊരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ലക്ഷ്മി നക്ഷത്ര ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്തപ്പോൾ എനിക്കിൻ്റെ ആ ഒരു വീഡിയോ താഴെ ലക്ഷ്മി ചേച്ചി വന്നിട്ട് കമന്റ്സ് ഒക്കെ ഇട്ടിരുന്നിട്ടാ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. എനിക്കെന്തോ ഒരു വലിയൊരു അച്ചീവ്മെന്റ് കിട്ടിയ പോലത്തെ ഒരു ഫീൽ ചെയ്യും നമ്മളൊരു വീഡിയോ ചെയ്ത്. കാരണം അതിന് മുന്നേ ആ ഒരു വീഡിയോ ചെയ്ത് അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. കാരണം എനിക്ക് അത്രയും ബാഡ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റ ഞാനത് സ്റ്റോറി ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കുത്തി നോവിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ അന്ന് രാത്രി ഒരു 1 മണിയൊക്കെ ആയ ടൈമിലായിട്ട് ആ കമന്റ് കണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ കമന്റ്സ് കണ്ട് ഞാനതെടുത്ത് സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇട്ട്. അപ്പോൾ കുറേ പേര് കുറേ നല്ല ഫ്രണ്ട്സ് ഒക്കെ കണ്ടു. പക്ഷെ ആരും അങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ല. എൻ്റെ ഒരു നൈബർ ഉണ്ട് രാധിക, അവളത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവള് അതിനെ കൺഗ്രാജുലേഷൻ എന്നുള്ള രീതിയിലൊക്കെ അവൾ സംസാരിച്ച്. ചില ആൾക്കാരുണ്ടാവും നമ്മുടെ അച്ചീവ്മെന്റ് ഒന്നും അങ്ങനെ നല്ല രീതിയിലൊന്നും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ചില ആൾക്കാർ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യും, അങ്ങനത്തെ എടുക്കാം. പിന്നെ ഫാമിലി സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ എൻ്റെ നൈബേഴ്സ് ഉണ്ട്. എനിക്ക് നല്ല അടിപൊളി നൈബേഴ്സ് ഉണ്ട്. നൈബേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ എനിക്ക് എന്താ പറയുക, നല്ല അറ്റാച്ച്മെന്റ് ആണ് അവരായിട്ട്. നമ്മുടെ കുടുംബക്കാരെക്കാട്ടി സ്നേഹമാണ് അവർ. ലാസിനമായി, സദ്യമായി, രാധിക, ഇനി അപ്പാപ്പി ഏട്ടനുണ്ട്. ഞാൻ എൻ്റെ ഒരു സീക്രട്ടും കാര്യങ്ങളൊക്കെ അപ്പാപ്പിയോട് പറയുന്നുണ്ട്. എൻ്റെ എന്താ പറയുക, നല്ലൊരു ബ്രദറാണ് എനിക്ക്. എൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറ്റുന്ന കാര്യം അത് ചെയ്യണോ ചോദിച്ചാൽ നീ അത് ചെയ്യടി, അത് സെറ്റാവും, അങ്ങനെ പറയുന്നുണ്ടാവില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാട്ടോ പപ്പിയേട്ടനെ. നല്ല സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് നല്ല നല്ല അടിപൊളി ആൾക്കാർ എനിക്ക് എൻ്റെ ലൈഫിലുണ്ട്. എൻ്റെ ലൈഫിൽ ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയൊരവസ്ഥ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ ആ ടൈമിലൊക്കെ എൻ്റെ ഒപ്പം നിന്നത് ഇവരൊക്കെയാണ്. എന്താ പറയുക, എന്നെ നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത്, എന്നെ എൻകറേജ് ചെയ്ത്, എന്നെ എന്താ പറയുക, ഇന്ന് ഞാനാക്കി മാറ്റുക എന്നൊക്കെ പറയില്ല, എന്നെ അത്രയും സപ്പോർട്ടീവായിട്ട് എന്നെ ഹാപ്പി ആക്കാൻ നോക്കിയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എൻ്റെ നൈബേഴ്സ് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല, അവരെല്ലാവരും നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ പോലും എനിക്കത് വേഗം അതിന് റിക്കവർ ആവാൻ പറ്റും. പിന്നെ ഞാൻ എല്ലാവരും വേഗം ട്രസ്റ്റ് ചെയ്യും, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും വേഗം ട്രസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളും ആരും ചീറ്റ് ചെയ്യാണ്ട് എന്താ ലൈഫിൽ എപ്പോഴും നല്ല രീതിയിലുള്ള ആൾക്കാരെ മാത്രം ലൈഫിൽ കൊണ്ട് നടക്കുക. അത് നല്ലതാണ്, അതാണ് ബെറ്റർ. പക്ഷെ നമുക്ക് എല്ലാവരെയും സ്വഭാവം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ
എല്ലാവരും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ലൈഫ് ഒരു ജീവിതമുള്ളൂ, നല്ല രീതിയിൽ ജീവിക്കാം, ആർക്കും ഒരു ഹോപ്പ് കൊടുക്കുക, അല്ലാണ്ട് അങ്ങനെ ചീറ്റ് ചെയ്യാണ്ടിരിക്കുക, മീൻസ് ഒരാളെയും മോശമായിട്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാണ്ടിരിക്കുക, നല്ല രീതിയിൽ ജീവിക്കുക, നല്ല ജെന്യൂനായിട്ട് ജീവിക്കുക. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഡ്രീം ഉണ്ടാവണം, നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവണം. സോ അത് വെച്ചിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. അങ്ങനെ ഓരോ ഡ്രീം ഉണ്ടാകുമ്പോഴേ നമുക്ക് അധ്വാനിക്കാനുള്ള മൈൻഡും പിന്നെ നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിക്കോട്ടെ, ഒരാളെ ഹാപ്പി ആക്കാനുള്ള മൈൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. സോ എല്ലാവരും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. നമ്മുടെ Q&A സെക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളും മാരേജിനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ ഇതിന്റെ ലവ് കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സ്കിൻ കെയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നതാണ് നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ട്, എൻ്റെ ഫാമിലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ എൻ്റെ പേര് എല്ലാവരും വിചാരിച്ചാൽ ലിനു എന്നാണ്, പക്ഷെ എൻ്റെ പേര് ലിൻഷ എന്നാണ് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ ലിനു സ്ക്വിഷ് വേൾഡ് ഇടാൻ കാരണം വെച്ചാൽ എന്നെ എല്ലാവരും ലിനു എന്നാണ് വിളിക്കുക, അധികം പേര് ഞാൻ ലിനു വിളിക്കുക. സോ ലിനു. പിന്നെ എൻ്റെ അച്ഛൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്. അപ്പോൾ ബാലകൃഷ്ണൻ്റെ ആ കൃഷി എടുത്തിട്ടാണ് ഞാൻ ലിനു സ്ക്വിഷ് വേൾഡ് ആക്കിയത്. അങ്ങനെയാണ് നമ്മുടെ ചാനൽ നമ്മൾ പേരിട്ടുള്ളത്. ഒരു വെറൈറ്റി പേരല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ പേരിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, റിലേഷൻഷിപ്പ് എല്ലാത്തിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമന്റ് ടാബിൽ പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനും യൂട്യൂബിലെ വീഡിയോയ്ക്ക് നല്ല കമന്റ്സുള്ള ക്വസ്റ്റ്യനും ഒക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പറയട്ടോ. എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്സും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള ആൻസർ പറഞ്ഞില്ല, എല്ലാ കാര്യത്തിലുള്ള ഉത്തരം ഞാൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെന്താ എല്ലാത്തിനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എല്ലാത്തിനെ കുറിച്ചും. പിന്നെ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ മാത്രം ഒപ്പീനിയൻ ആണ്. അപ്പോൾ ഒരു മാരേജിക്ക് കിടക്കണായിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പ് കിടക്കട്ടെ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും എൻ്റെ പ്രയോറിറ്റി മാറ്റേഴ്സും പിന്നെ ഞാൻ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പലർക്കും പല പല തോട്ട്സുകളുണ്ടാവും, പല പല ഇഷ്ടങ്ങളുണ്ടാവും. ഞാൻ അതൊന്നും ഒരാളതും ശരിയല്ല എന്നല്ല പറയുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ നോക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ നോക്കുക. എല്ലാവരും സ്നേഹിക്കുക. എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നമ്മൾ നല്ല മൊമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുക. ആരെയും വേസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്ടിരിക്കുക, ചീറ്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ എന്താ ഹോപ്പ് കൊടുക്കാണ്ടിരിക്കുക. ട്രസ്റ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ കേൾക്കാനാണ് ഒരു വലിയ ക്വാളിറ്റിയാണ്. നമുക്ക് ഒരു ചിലവും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് ഒരാളെ കേൾക്കാനുള്ളത്. സോ അങ്ങനത്തെ ഒക്കെ നല്ല ഫ്രണ്ട്സായിട്ട് മാറാൻ പറ്റുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സുകളുണ്ട്, അതുപോലെ എന്നെ കേൾക്കുന്ന ഫ്രണ്ട്സുകളുണ്ട്. എന്താ പറയുക, എൻ്റെ ഒരു സങ്കടം മനസ്സിലാക്കുന്ന ഒരുപാട് ഫ്രണ്ട്സാണ്. ഞാൻ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പേരൊക്കെ പേര് വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. അതുപോലെ എനിക്കിപ്പോൾ ജോലി കിട്ടാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ ക്രാഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നത്, സൈഡായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 3Dയുടെ ജോലി കിട്ടാൻ എനിക്ക് കുറച്ച് ലേറ്റ് ആയിരുന്നു. കൊറോണ ടൈമിലൊക്കെ ഞാൻ പഠിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടൈമൊക്കെ. അങ്ങനെ എനിക്ക് ലാപ്ടോപ്പൊക്കെ വേണം പറഞ്ഞിട്ട് അച്ഛൻ എനിക്കൊരു 1 വീക്ക് കൊണ്ട് തന്നെ എനിക്കൊരു ലാപ്ടോപ്പൊക്കെ വാങ്ങി തന്നു. എന്നിട്ട് പിന്നെ അതിനുശേഷമാണ് ഞാൻ ജോലിയും കാര്യങ്ങളൊക്കെ ജോലിക്ക് കയറിയത്. ആ ടൈമിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഫാൻ കേട്ടോ ജെയ്സാണ്. എന്താ പറയുക, ഒരുപാട് പേരെടുത്ത് എനിക്ക് പറഞ്ഞു തരുമോ ചോദിച്ച് പോയിട്ടുണ്ട്. ഒരാളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. സത്യമാണ്, ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അത് പറയാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിൽ. മീൻസ് എന്താ പറയുക, ഒരു കോഴ്സ് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ആ ടൈമിൽ നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ നമ്മൾ അതിന് ടച്ച് വിട്ടു. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നല്ല ഫ്രണ്ട്സൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത ആളാണ് ജെയ്സൺ. അവനെ മറക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ചില ആൾക്കാരെ കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിലായിക്കോട്ടെ നല്ലൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ളവരെ ഇനി കുറേ പേരെ പറയാനുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്രയും എന്താ പറയുക, എൻ്റെ ഹാർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഫ്രണ്ട്സുകളല്ലേ, അങ്ങനത്തെ ഫ്രണ്ട്സുകളാണ് കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പേരൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്കും ഇത് കാണുമ്പോൾ ഒരു സന്തോഷം വരണം. പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് കമന്റ്സ് ഇടുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി. കാരണം എക്സ്പെക്ട് ചെയ്യുന്നില്ല എൻ്റെ വീഡിയോയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഒത്തിരി കമന്റ്സ് ഉണ്ടോ, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പുതിയ കമന്റ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മൾ ഓരോ ദിവസം വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ താഴെ ഡെയിലി കാണുന്നവരുണ്ട്. മീൻസ് ഞാൻ 7 മണി 8 മണിക്കുള്ളിലാണ് വീഡിയോ ഇടാറ്. ആ ടൈമിലുള്ള വന്ന് കമന്റ്സ് ഇടുന്നവരുണ്ട്. ഈ കമന്റ്സ് ഇടുക അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു അഭിപ്രായം അവിടെ പറയുകയാണ്. അത് നമ്മളെ ഇഷ്ടം കൊണ്ടായിരിക്കും ഒരാൾ പറയുന്നത്. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ പിന്നെ അമ്മേൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അതുപോലെ അമ്മേനെ അറിയുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ആ വീഡിയോ എന്താ മോളിടാനെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ.
അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ യൂട്യൂബ് ചാനൽ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ Q&A സെക്ഷനിൽ ഒരുവിധം എല്ലാത്തിനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മാരേജ് ആയിക്കോട്ടെ, ഫാമിലി, എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ സ്കിൻ കെയർ, എല്ലാ കാര്യത്തെ കുറിച്ച് ഞാൻ ഒരുവിധം എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും വിട്ടു പോയിട്ടില്ല. ഞാൻ മാക്സിമം എല്ലാത്തിനും ആൻസർ ചെയ്തിട്ടുണ്ട്. ജെന്യുവൻ ആയിട്ടുള്ളതാണ് ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളത്. പിന്നെ റിലേഷൻഷിപ്പ്, ബ്രേക്കപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. സോ ഞാനതൊന്നും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം വന്നിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ആ കാര്യങ്ങളൊന്നും പറയാത്തത്. പക്ഷേ റിലേഷൻഷിപ്പൊക്കെ നല്ല സൂപ്പർ റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും ഒരു റിഗ്രറ്റ് ഇല്ല ആ കാര്യത്തിലൊന്നും. മീൻസ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ കൂടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അതൊക്കെ ഓരോ സിറ്റുവേഷൻസ് ആണ്. നമ്മൾക്ക് മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മൾ. മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നമ്മുടെ Q&A സെക്ഷൻ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ഇടുക, ഞാൻ കാണും. അപ്പോൾ അത് വായിക്കും. മാത്രമല്ല ഞാൻ കമൻറ്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. മാക്സിമം എല്ലാ കമൻറ്റ്സും റിപ്ലൈ കൊടുക്കുന്ന ആളാണ് ഞാൻ. സോ വീഡിയോ ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ്സ് ഇട്ട ആൾക്കാർക്കും പിന്നെ നമ്മുടെ ചാനൽ 3K ആവാൻ സഹായിച്ചിട്ടുള്ള ഓരോ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഗിവ് അവേന്റെ കാര്യങ്ങളും ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.